ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക? അവന് എവനോടാ ദേഷ്യം മുഴുവൻ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പതുക്കെ പതുക്കെ. ഏയ്, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വട്ട് വന്നാ പിന്നെ ഇരട്ടി ശക്തിയാ. നാട്ടുകാർക്ക് കിടക്കപ്പുറത്തി വേണ്ടേ? ചൂട് പിടിച്ചോടു. ഭ്രാന്തൻ റെഡിയായതുകൊണ്ടായിരിക്കും ഇത്ര വേദന. പതുക്കെ. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, മോൻ സൂക്ഷിക്കണം. വാവടുക്കാറായി. എപ്പോഴാ ഇളകുന്നതെന്ന് ആർക്കറിയാം? ഒന്നും പേടിക്കണ്ട. ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ. ഇനി വരട്ടെ. ലാത്തി കൊണ്ട് നല്ല 10 എണ്ണം കൊണ്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്ത തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കിക്കോളൂ. എങ്ങനെയുണ്ടായിരുന്നു? അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായെന്നൊരു സംശയം. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പട്ടാളക്കാർ അന്വേഷിച്ചു വന്നാലും ജനം ഇനി അതേ പറയൂ. ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ. ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവക്കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. ഏതായാലും അവനെ ലാത്തി വെച്ച് 4 പൂശി പൂശാൻ പറ്റി. ആ പൂശി പോരായിരുന്നു. പേടി തൊണ്ടനാ നുണയൻ. എന്ന് തീർത്തു പറയാൻ പറ്റുമോ? നീ പേടിക്കാതെ. എന്തിനും ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. സൂര്യന് താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി. എടാ, ഒരു സാധാരണ മനുഷ്യനെ ഭ്രാന്ത് പിടിക്കാൻ നിന്നെ പോലെ ഒരുത്തിന്റെ സഹകരണം മാത്രം മതിയല്ലോ. വിശക്കുന്നു വാ, വല്ല ഞണ്ണാം. കാശില്ല. വട്ടല്ലടാ കയ്യിരിക്കുന്നത്. പേടിക്കാതെ വാ. വിടുവേലപ്പാ. അടക്കടക്ക. എനിക്ക് പഴം വേണം. അയ്യോ ഇരിക്കോ. ഇല്ല, കരിങ്കല്ലെടുത്ത് എറിയും. അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോട്ടാ. 2 ഗ്ലാസ് പാലെടുക്കൂ. കഴിക്കാൻ എന്തെങ്കിലും. എന്തുവാടോ നോക്കിയിരിക്കുന്നത്? പോയി എടുത്തു വെക്കണോ. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും. അതെ. FIR കേട്ടിട്ടുണ്ടോ? AR കേട്ടിട്ടുണ്ട്. ആരടാ? ഊളമ്പാടെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വാ. ഇവിടെ വരാൻ. ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം. അല്ലാതെ നടു റോട്ടിൽ മേയാൻ വിടരുത്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഇവനെ കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചവിട്ടി നട്ടൽ ഞാൻ. ഇവന്റെ അല്ല, നിന്റെ. വീട്ടിൽ പോടാ. വീട്ടിൽ ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒടുക്കലത്തെ ഐഡിയ. ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനിപ്പോ നാട്ടുകാരുടെ മുമ്പ് പ്രാന്തനായിട്ട് അഭിനയിക്കണം. ഇതിലും ഭേദം അങ്ങ് പട്ടാളത്തിലായിരുന്നു. മടുത്തു. ദേവരുമാരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഇതെന്റെ അവസാനത്തെ കത്താണ്. എന്നെ രക്ഷിക്കണം. ഞാനിപ്പോ ചാവും എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത്. ഉത്സവ സീസണാ. 10 ചക്രം ഉണ്ടാക്കേണ്ട സമയം. അതും കളഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മടുത്തെങ്കിൽ പഞ്ചാബല്ലേ ഏത് പൂപ്പോ. അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചു ചെല്ലണം. സിക്ക് ലീവ് തീരാൻ പോവാ. ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കെട്ടലാന്ന് അറിഞ്ഞാലേ പട്ടാളം അകത്തു പോവും. അകത്ത് പൊയ്ക്കോ. പട്ടാളത്തിലും പോകാൻ വയ്യ. നാട്ടിൽ നിനക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ കഷ്ടമാണ്. ആ കുറുപ്പിനിട്ട് 2 എണ്ണം കൊടുക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ. ഇനി എനിക്ക് ആരെയതല്ലേ SI തല്ലണോ? SI ആക്കണ്ടാ. IG തരാം. ഇല്ലത്തേക്ക് വരൂ. നീ വരൂ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് രണ്ടിനെ ഞാനൊരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു. കളയുമോ? അങ്ങനെ കള്ള സൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. അതിനുള്ള വകുപ്പ് ഈ കുറിപ്പുണ്ടാക്കി തരാം. ആരെങ്കിലും അറിഞ്ഞ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. അവരവിടെ നിന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ച് അകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറുപ്പേന്ന് വിളിച്ചോടാ. പരട്ടെ കുറുപ്പേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഉടനെ സ്ഥലം. എങ്ങോട്ടേക്ക്? എങ്ങോട്ടെങ്കിലും. അയ്യോ, അച്ഛനോട് പറയണ്ടേ? മാങ്ങാ തൊലി 2 ദിവസത്തിനുള്ളിൽ വരും എന്ന് പറയണം. അടുത്ത ബസ്സിന് തന്നെ പോണം. ഞാൻ ഇന്നലെ 3 തവണ ഫോൺ ചെയ്തില്ലേ? സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഇതാ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്. ഇരിക്കൂ. ഞാൻ ഇന്നലെ പുതിയൊന്ന് കൊടുത്തു വിട്ടതാണല്ലോ. ഇന്നലെ മുഴുവൻ സ്റ്റൗ നോക്കി ക്ലബിൽ പോലും പോകാതെ വീട്ടിലിരിക്കായിരുന്നു. ഞാനത് മാത്തുട്ടിയുടെ കൊടുത്തു വിട്ടല്ലോ. എന്നാ വേറെ വല്ല വീട്ടിലും കൊടുത്തു കാണും. ഇപ്പൊ മാഡം പോയിക്കോളൂ. ഞാനൊരു എൻക്വയറി നടത്തട്ടെ. സോറി. ഇനി നിങ്ങളെ കംപ്ലൈൻസ് എന്താ?
അല്ല, ഇതാരും നമ്മുടെ വേലവെപ്പനല്ലേ? നീ എന്നിടെ ലാൻഡ് ചെയ്തേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖമല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. ഏത് കഥ? എല്ലാം പിന്നെ പറയാം. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് കുളിക്കണം, ഭയങ്കര വിശപ്പ്. ഇന്ന് സിലിണ്ടർ തന്നില്ലെങ്കിൽ തന്റെ സിലിണ്ടർ ഞാൻ നടക്കും. നിന്റെ ഗ്യാസ് മണ്ണാൻ കേട്ടാ താൻ പോയി കംപ്ലൈന്റ് ചെയ്തോ. ഈ മാത്തുക്കുട്ടി അങ്ങോട്ട് തോറ്റല്ലോ. അവനൊരു ലൈനിൽ അയച്ചാ അന്ന് ചീത്ത മുഴുവൻ എനിക്കാ. ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല. അതെങ്ങനെ? ആ. പുള്ളിക്കാരന് വേറെ 100 കൂട്ടം ജോലിയില്ലേ? ഇന്ന് അവൻ ഏത് റൂട്ടിലാ? ഗാന്ധിനഗറാ. ആ, അപ്പൊ ഇന്നത്തെ തെരുവിളി മുഴുവൻ ഗാന്ധിനഗറിനായിരിക്കും. ഗാന്ധിനഗറിനായിരിക്കും. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും. ഞാനൊരു 3-4 തെരുവ് കൂടെ കേട്ടിട്ട് വരാം. അങ്ങനെയാണല്ലേ? എനിക്കിത് കിട്ടണം. ഇവിടെ ബുക്ക് ചെയ്തിരുന്നോ ചേട്ടാ? ഇവിടെ വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കൊച്ചമ്മയും സാറും ഇല്ല. അതല്ലേ കറക്റ്റ് ടൈമിന് ഞാൻ കൊണ്ടുവന്നത്. ഒരു കൈ തരൂ, ഇതകത്ത് വെച്ചേക്കാം. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. മുട്ടയും ബോൾമിറ്റൊക്കെ ശരിക്കും കഴിച്ചോണം. ഇന്ന് ഇത്തിരി ബിസിയാ. ഒരു 100 സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലമാടം പല്ലം പോയ ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. ആ, പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പോർണ അല്ല, ഇത് നോക്കിയേ, കംപ്ലീറ്റ് എലാസ്റ്റിക്കാ. വലിച്ചു പോർണ കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല, ഒറിജിനൽ ഫ്രം ബോംബെ, ദുബായ്. ഇതൊരെണ്ണം മതി. പെർഫ്യൂം, വാഷിംഗ് മെഷീൻ, സോണി, TV എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കുക. അല്ല, ആളുകൾ എന്റെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കുക. എന്ത്? ഇപ്പൊ ഇത്രേ ഉള്ളൂ, ബാക്കി പിന്നെ തരാം. മതി 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 മതി. എന്നാ ചേട്ടൻ പോട്ടെ. എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ അച്ചായനെ അറിയിച്ചാ മതി. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പോട്ടെ. അപ്പം എത്ര കൊല്ലം പട്ടാളത്തിലുണ്ടായിരുന്നു? 25 വർഷം. ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് നിന്നാ ഫേസ് ചെയ്ത്. എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത്. ആ പണി പറ്റാത്തതുകൊണ്ട് ലിക്കന്റെ പ്രാന്തക്ക് അഭിനയിച്ച് അവിടുന്ന് പുറത്തിയാടിയത്. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇവനും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കോ. നിങ്ങൾക്ക് വെച്ച് ഒരു പണി വിടില്ല. എന്റെ പൊന്നി ഗ്യാസിക്ക, ആ പരിപാടിയൊക്കെ ഞാൻ എന്നേ നിർത്തി. ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ. അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ. എന്ത് ജോലി വേണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അതിനിവിടെ എന്തെങ്കിലും ഒരു ജോലി ഒഴിവേണ്ടേ? ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്. അത് മതിയില്ലേ? അതെ, അപ്പൊ പിന്നെ ഞാൻ അവിടെ പോകും. അല്ലെങ്കിൽ തന്നെ പോലീസും പട്ടാളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ. ഹേയ്, അതൊന്നും ഓർത്തിക്കാ പേടിക്കണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. 2 കുരുന്ന ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ സൂചിച്ചു ചുമക്കാൻ പറ്റുമോ? ഏറ്റു. എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിക്കോ. ഓക്കെ. ആ മാത്തുക്കുട്ടി ഒരു പാഠം പഠിപ്പിക്കാൻ ഒരാൾ വേണം. പക്ഷെ അവസാനം എന്നെ ചവിട്ടി പുറത്താക്കരുത്. അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്തിരുന്നു. കൊടുകായി അത് വേണ്ട, നമ്മൾ 2 സെറ്റപ്പിൽ നീങ്ങിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ സെറ്റപ്പിലും ഞാൻ എന്റെ സെറ്റപ്പിലും. പിന്നെ എനിക്ക് പോലീസ് എനിക്ക് ഒരു വലിയ പരിചയമില്ല. അപ്പോ നിങ്ങൾ ആ മുറി കൂടിക്കോളൂ. ആ മാറ്. മതി. ലൈറ്റ് അണയ്ക്ക്. അതോ
തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കച്ചവടം എന്റെ ഗ്യാസും തമ്മിൽ ചേരൂലെന്ന്? 7 തവണ. സത്യം പറഞ്ഞ എനിക്കും അത് ഇഷ്ടമല്ല. വൈകുന്നേരം 5 വരെ ഗ്യാസിന്റെ ജോലി, പിന്നെ 5-ന് ശേഷം എന്തെങ്കിലും ഹോബി വേണമല്ലോ. അതുകൊണ്ടാ. എന്നെ കുറിച്ച് പരാതിയൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടു? അതെ അതെ, എന്തതെ? വെറുതെ വരാതെ. കൈക്കൂലി മേടിച്ച് സിലിണ്ടർ കൊണ്ടുപോയി കിടക്കാൻ എന്നെ കിട്ടില്ല. അതിന് ചില ഫ്രോഡുകൾ കാണും. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. പുതിയ ആൾക്കാരെ വെച്ചപ്പോ സാർ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അല്ല, അതിപ്പോ വലിയ കാര്യമായി ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ടല്ലേ മറിമായി നടന്നത്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ടേ? വേണം. അതുകൊണ്ടാണ് മറിമായം നടന്നതും ഞങ്ങളെ ജോലിക്ക് നിർത്തിയതും. അല്ലെങ്കിൽ ബിസിനസ് പൊളിയും. പക്ഷെ മാത്തുക്കുട്ടിയുടെ ബിസിനസ് പൊളിയില്ല. ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. വാൽവ് മുറുക്കി അടച്ചാരെ, അല്ലെങ്കിൽ ലീക്കുണ്ടാവും. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകും. അതൊരു പ്രശ്നമല്ല. മര്യാദക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ആ കംപ്ലൈൻസ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ചെന്ന് കാണണം. ആ 324 സ്റ്റൗവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ പോയി അറ്റൻഡ് ചെയ്യാം. ഇത്രയും കാലം താൻ അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ കംപ്ലൈൻസ് അല്ലേ ഉള്ളൂ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. താൻ വീട് കാണിച്ചെന്നാ മതി അല്ലേ? അതെ. ആ വാ. പോടോ വാ വീ പോ. വന്നേ, എല്ലാം പഠിപ്പിച്ചു തരാം. ഇതെന്ത് പരിപാടി? എനിക്ക് കയറുന്നത് പുറകെ കയറ്. അവിടെ ആവുമ്പോ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാനും പറ്റും, നല്ല കാറ്റും കിട്ടും. അല്ല, ഞാനാ സ്ഥിരമായിട്ട് ആദ്യം തന്റെ തലയ്ക്ക് സ്ഥിരമായിട്ട്, എന്നിട്ട് വിട്ടിരിക്കാം. പോടോ, പോയി കയറോ. എന്താ എന്തു പറ്റി? സോറി സോറി. അല്ല, ഞാൻ ഈ ഓരോ വീട്ടിലേക്കും കടന്നില്ല രീതി ഞാനൊന്ന് ഈ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട്. കൊള്ളാം. പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട. ചിലപ്പം ഇതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. കുറച്ചുകൂടി സ്ലോ ചെയ്യല്ലേ? ആ, താങ്ക് യു. ഓക്കെ. ഹലോ, ഞാനൊന്നുകൂടി പറയാം. ഇല്ല, എനിക്കൊന്ന് കേക്കണ്ട. നമസ്കാരം. നമസ്കാരം. അമ്മ ഞങ്ങൾ കോയ ഏജൻസീസ് വരിക. എന്തോ കംപ്ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ, സ്റ്റൗ കത്തുന്നില്ല. 2 ദിവസം മുമ്പ് ആ മാത്തുക്കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ. അവനെവിടെ? അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. അതെ. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതെ. വരൂ. താങ്ക് യു. ഇതാ. സ്വിച്ചിന് കംപ്ലൈൻസ് ഒന്നുമില്ല. അയ്യോ, ഇതിനെന്താ കുഴപ്പം? നശിപ്പിച്ചു. നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ? ഏയ്, ഞങ്ങൾ മാത്തുക്കുട്ടിക്ക് പകരം വന്നവരൊന്നുമില്ല. പോയും ഞങ്ങൾ റിലേറ്റീവ്സാ, ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്വന്തം സ്ഥാപനമാകുമ്പോ നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടാലേ ശരിയാവൂ. ജോലിക്കാരെ വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈൻസാ. അമ്മേ, ഇതിനിപ്പോ എന്താണ് കംപ്ലൈൻസ്? കത്തുന്നില്ല. കത്തിച്ചു നോക്കിയോ? കത്തിക്കാൻ തിരി കാണുന്നില്ലല്ലോ.
നോക്കി നിൽക്കാതെ നീ ആ വാൽ വഴിച്ച് ക്ലീൻ ചെയ്യ്. എന്നിട്ട് നോക്കടാ. ഇതൊക്കെ ആ മാത്തുക്കുട്ടിയായിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ശരിയാക്കിയേനെ. ഗ്യാസ് ഉണ്ടോ? പിന്നെ പുതിയ സിലിണ്ടറാ. ആ വേലപ്പ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു. നീ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ ഫിറ്റ് ചെയ്യ്. ഫിറ്റ് ചെയ്ത് കത്തിച്ചു നോക്ക്. എന്റെ ദൈവമേ, ഭാഗ്യം. ഏതായാലും കത്തിയല്ലോ, നന്നായി. അമ്മയുടെ സർവൻസ് ആരുമില്ലേ? ഇല്ല. ഒരുത്തി വെക്കാത്ത എന്താ? വാ വാ. അടക്കം. നിങ്ങളുടെ നാടെവിടെയാ? പിന്നെ കുറച്ച് വടക്ക. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കോയയുടെ ഫ്ലാറ്റിലാ. ഓ. അവിടെ ആകുമ്പോ രാത്രിയിൽ തണ്ടി കണക്ക് നോക്കാം. തിരക്ക് കാരണം വീട്ടിൽ പോകാനൊന്നും സമയം കിട്ടാറില്ല. ചായ എന്തെങ്കിലും ഓ, കുടിക്കാം? വിരോധമില്ല. ഇനിയും 8-10 വീടുകളിലൂടെ പോകാനുണ്ട്. ഇനി ഒരിക്കലാവും. ആ. ഓക്കെ. ഇനി ഇതുപോലെ എന്തെങ്കിലും റിപ്പയർ വന്നാൽ ഞങ്ങളെ തന്നെ വിളിക്കണം. ആ. കൂടാതെ ഇതുവഴി പോകുമ്പോ ഉച്ചയാണെങ്കിൽ വന്ന് ഊണ് കഴിക്കാം, വൈകുന്നേരം ആണെങ്കിൽ കാപ്പ് കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ ഇതുവഴി പോവാം. പോട്ടെ ഹമ്പേ. വേഗം എനിക്കിങ്ങനെ ഇതുപോലെ വീട്ടിനുമ്പിൽ നിൽക്കാനും പറ്റില്ല. രണ്ടെണ്ണം കൂടെ സ്റ്റവ് നോക്കാൻ പോയിട്ട് മണിക്കൂർ രണ്ടായി. ഒന്ന് നിർത്തറ. നിന്നെ ഗ്യാസ് ഊറ്റി കണ്ടപ്പോ തിരിച്ചറിയില്ലോ. എന്നെ കൊണ്ട് വാഴോടെ നിർത്തറ. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. എടാ പഴങ്കഞ്ഞി വേലപ്പാ, ഉദാഹരണം പറയാൻ ഇയാളാരി കബഡി കളിക്കാരനോ? ഒന്ന് പോരാ. അല്ല, കിളിത്തട്ടുകാരൻ. കിളിത്തട്ട് കളിച്ചാൽ മതി കേട്ടാ, ഇടയ്ക്ക് കയറിയെന്ന് കളിക്കണ്ട. നിന്റെ ഇടത്തട്ടിന്റെ കാര്യം ഞാൻ കോയോട് പറയുന്നുണ്ട്. നീ പറയോടാ, പറയോടാ. വണ്ടി എടുത്താൽ മതി. ഉള്ളിലോട്ട് വരാം. ഞാൻ ഇങ്ങോട്ട്. ദാ, ഓടി. ദാ. ആ മനസ്സിലായി. അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 5 മണിക്ക് മുമ്പ് ഗ്യാസ് എത്തിച്ചെന്നാ പോരെ. ഏയ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഉറപ്പ്. കൊച്ചേത് എത്ര മാസം? അല്ല, ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസമായെന്ന്? ഞാൻ ഗോഡൌണിൽ നിന്ന് പോയിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം. കുറെ കംപ്ലൈന്റ്സ് ഞങ്ങൾ തീർത്തു. 2 റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്? ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ? നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനത് സമ്മതിച്ചത്. അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിനാണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്കുക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക? അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാം. എത്തിക്കാന്ന് മാസം 2 പറയാൻ തുടങ്ങിയിട്ട്. ആ മാസക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താനാരാടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാനൊന്നുമല്ലല്ലോ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? ഓ, താനാരാ? ബ്ലഡി ഫെലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല. ഞാൻ വിചാരിച്ച ഇന്നീ കട പൂട്ടിക്കും. വെലപ്പാ, എന്തോ? ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ. താൻ പോടോ. അടയാ, എന്തൊക്കെ ഫോറിനായാലും നമ്മുടെ നാടകളിന്റെ വീര്യൊന്നും വേറെ തന്നെ അല്ലേ? അളിയാ, എനിക്കൊരു ഐഡിയ. നമുക്ക് ഓരോ കുപ്പി കൽസൂട് അടിച്ചാലോ? ഈ പാതിരൊക്കെ എവിടെ അതിനൊക്കെ വഴിയുണ്ട്. വെള്ളം കയറി പൊഞ്ഞിക്കര പോയാൽ മതി. നല്ല സ്വയം സാധനം കിട്ടും. ആ, പൊഞ്ഞിക്കര, 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 പൊഞ്ഞിക്കര. രണ്ടെണ്ണം വീശിയിരുന്ന നന്നായിട്ട് വിസ്തരിച്ചുണ്ണായിരുന്നു. കിട്ടുമോ? അമ്മയോട് ചോദിക്കാം അല്ലേ? അമ്മേ, മമ്മി ഇരിക്കുന്നില്ലേ? വേണ്ട, നിങ്ങൾ കഴിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ? രസമുണ്ടോ? പിന്നെ കൊറേ നാളായി ഞാൻ അടുക്കള കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആകുമ്പോ വയറ് പൊട്ടിപ്പോവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കിട്ടിത്താ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടു തിന്നോളാം അല്ലേ? വേണ്ട. അതൊക്കെ ഇരിക്കട്ടെ, ഊണിഷ്ടായോ?
ഉഗ്രൻ. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, ഓംലെറ്റ്. ഓ കർട്ടൻ. ഗ്യാസും സ്റ്റൗവും ഒന്നും ഇല്ലെങ്കിലും എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നല്ല ഫുഡ് എപ്പോ വേണേലും വരാം. ഇത് അച്ഛനായിരിക്കും. എന്റെ ഭർത്താവ്. ഓഹോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? He is no more. അതെവിടെ? മരിച്ചിട്ട് എത്ര നാളായി? Accident. No, it was a murder. കൊലപാതകമോ? മമ്മി, ഞങ്ങളെന്നാ അവരെ കണ്ടപ്പോ ഞാൻ എന്റെ അമ്മയെ പറ്റി ഓർത്തുപോയി. എനിക്ക് 4-5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചത്. ഇന്നും ആ മുഖം എന്റെ മനസ്സിലുണ്ട്. അമ്മ മരിച്ചതോടെ എന്തോ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മയുടെ ആ മുഖം മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. ഇപ്പോ മമ്മിയെ കണ്ടപ്പോ ഞാനതൊക്കെ ഒന്ന് ഓർത്തുപോയി. അവർക്ക് ബന്ധുക്കളാരും കാണില്ലായിരിക്കും. ഒറ്റയ്ക്കാണല്ലോ കഴിയുന്നത്. ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് വന്നിട്ടും നമ്മളെ സ്നേഹിക്കാനും നല്ല 2 വർത്താനം പറയാനും ഒരമ്മയുണ്ടായല്ലോ. സമയം 4 വേഗം ഓട്ടെ, ഇന്നിന്റെ ഡെലിവറി ചെയ്യേണ്ടതാ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നിട്ട് എന്താ കാര്യം? വേറെ 2 അനിയന്മാരുണ്ടല്ലോ, കോട്ട് സൂട്ടും ഒക്കെ ഇട്ട്. അവർക്ക് വന്നാലെന്താ? അതൊക്കെ മാത്തുക്കുട്ടി സാറിനോട് പറഞ്ഞാൽ മതി. അതെങ്ങനെയാ? അവര് സാറിന് മണിയടിച്ചു വെച്ചിരിക്കല്ലേ? എടോ മത്തങ്ങ ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? അവനോട് വലിയ കളിയും ചിരിയൊന്നും വേണ്ട, കുഴപ്പക്കാരനാ. ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേടോ? ഇത്രയും വീടുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ ഡെലിവറി ചെയ്യും. നമ്മളിതുവരെ കാര്യമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുമ്പോ സഹകരണമൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? ഇയാളാരാ? സഹകരണ സംഘത്തിന്റെ ഹെഡ് ഓഫീസ്. അതോ വഴങ്ങി, ഇന്നത്തേക്കുള്ളത് വയറ് നിറച്ച് കിട്ടിയില്ലേ? നീയോ? ഇല്ല, ലോഡ് ചെയ്ത് മുഴുവൻ ഞാനല്ലേ. അതെ, അതുകൊണ്ട് ഇനി അൺലോഡ് ചെയ്യുന്ന മുഴുവൻ താൻ തന്നെ. രമാദേവി ഇറക്ക്. ഒറ്റയ്ക്ക് ഇറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഇറക്കാം. അല്ലാതെ നീ മാത്രമായിട്ടൊക്കെ സൂചിക്കണ്ട. നീ അത് ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ. ഈ ഇന്ത്യൻ ഓയിൽ നിന്റെ അച്ഛൻ വേലാണ്ടി. ഇറക്കണം. പിടിക്ക്. പിടി. ഗ്യാസ്. അയ്യോ, ഇതാര് ഗ്യാസ്? ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അതിന്റെ ആൾക്കാരാ. കോയ ഗ്യാസ് ഏജൻസീസ്. ഞാൻ രാവിലെ മുതൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എടുക്ക്, വാ. എടുത്തോ. എടുക്ക്, വാ. വരട്ടെ. Come on, let's have a drink. വേണ്ട, സാറ് കഴിക്കാൻ ഞങ്ങൾ ഡ്യൂട്ടിയില്ല. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞേ വാട്ടീസ് അടിക്കത്തുള്ളൂ. Stop it. I know about the duty. ഞാൻ രാവിലെ മുതൽ കമ്പനിയെല്ലാം വിഷമിച്ചിരിക്കുകയായിരുന്നു. അയ്യോ പാവം, ഞാൻ കമ്പനി കൊടുത്തോളാം. Today you two are my friends. ഈ പിള്ള ഗസ്റ്റുകളെ സൽക്കരിക്കാൻ വിടില്ല. കഷ്ടമുണ്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. Come on my boys. വൈകുന്നേരം അടിച്ചാ മതി എന്ന് വെച്ചപ്പോ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? സാർ രാവിലെ മുതൽ തണ്ണിയാണോ? Yes. ശീലിച്ചു അയ്യോ, കീടം. സാറിന്റെ കുടുംബം ഡൈവോഴ്സായി. അയ്യോ രമാദേവിയായ സെറ്റപ്പാ. Shut up. Don't ask me about the bloody bitch. സാർ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നതാ. 2 ദിവസം റിപ്പോർട്ട് ചെയ്യണം. സാർ എവിടെ വർക്ക് ചെയ്യുന്നേ? ആസാമിൽ. ആസാമിലോ? ഞാനും കുറെ നാൾ അവിടെയായിരുന്നു. ഈ മിലിറ്ററിയിൽ ചുറ്റിക്കളി കേട്ട് പിന്നെ കുറച്ച് നാൾ പ്രാന്ത അഭിനയിച്ചിട്ട് ഞാൻ ഇവിടെ രക്ഷപ്പെട്ടു. ഞാനാണ് അവനെ കള്ളക്കമ്പി അടിച്ച് വരുത്തിയത്. എന്റെ ബുദ്ധി. ഐ ആം ബാങ്ക് ഓഫ് ഐഡിയാസ്. ആസാമിൽ എവിടെയാ ജോലി? ചിറാപുഞ്ചി. അതെന്തോന്ന് പുഞ്ചി?
ചെറുപ്പുഞ്ചിൽ എവിടെ? I am a military officer, Lieutenant Colonel R.K. Pillai, understand? ആഹാ. ഒറ്റയ്ക്കേ ഉള്ളോ? കൂട്ടുകാരൻ എവിടെ? നല്ല ഉറക്ക. രാവിലെ അമ്പലത്തിൽ വരാന്ന് ഇന്നലെ എന്നോട് സമ്മതിച്ച. പിന്നീട് രണ്ടുപേരെയും വീട്ടിലേക്ക് കണ്ടില്ലല്ലോ. അത് പിന്നെ വളരെ തിരക്കായിരുന്നു. ആഹാ, അമ്പലത്തിൽ വന്നിട്ട് പ്രസാദം വാങ്ങിച്ചില്ലേ? മമ്മി എന്നും അമ്പലത്തിൽ വരുമോ? ഞാൻ അധികം മുടക്കാറില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. നാളെ ഉച്ചയ്ക്ക് രണ്ടുപേരും ഉണ്ണാൻ വീട്ടിൽ വരണം. എന്റെ ജന്മനാളാ. ആഹാ, എന്നാൽ ഈ വിവരം നേരത്തെ പറയണ്ടേ? നാളെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടും കൂടി അങ്ങ് എത്തിയേക്കാം. ബർത്ത്ഡേ നമുക്ക് ഗംഭീരമാക്കാം. ആ പിന്നെ ഇവിടെ ഏറ്റവും ശക്തിയുള്ള വഴിപാട് ഏതാ? പുഷ്പാഞ്ജലി നെയ്യഭിഷേകവും ഒക്കെ ഉണ്ട്. മൃത്യുഞ്ജയ ഹോമം, കറുക ഹോമം ഒക്കെ ചിലർ നടത്തും. നല്ലൊരു വഴിപാട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അവധി കഴിഞ്ഞു പോവുകയാ. ട്രാൻസ്ഫർ പഞ്ചാബിലേക്കാ. എന്നാ വരട്ടെ. ശരി. ഉണ്ണി എവിടെ പോയിരുന്നു? പിന്നെ ഞാൻ വഴിപാടിന്റെ രസീത് മേടിക്കാൻ വേണ്ടി പോയതാ. ഉണ്ണിക്ക് എന്ത് പറ്റി? പിന്നെ നാളെ ഞാൻ വേലപ്പനും കൂടി ബർത്ത്ഡേക്ക് വരുമ്പോ വിശദമായിട്ട് പറയാം.